Good afternoon, all of you. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആർ യു റെഡി? യെസ് പറയണല്ലേ? ഓക്കെ, യെസ്. അപ്പോ ഓക്കെ, ഗുഡ്. നല്ല മക്കളായി എല്ലാരും അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്നാ പഠിച്ചത്? റാ, രാ, നാ, താ, പാ, വാ, പിന്നെയോ സാ. നെക്സ്റ്റ് ഏതാ പഠിച്ചത്? നമ്മൾ ല അല്ലേ? ല പഠിച്ചു. ല എങ്ങനെയാ എഴുതുക? എല്ലാരും സ്ലേറ്റ് എടുത്തേ. ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ്. എല്ലാരും സ്ലേറ്റ് എടുത്ത് എഴുതിയ ല എങ്ങനെ എഴുതും? അബ്ദുൽ ബാസിദ്, ടേക്ക് യുവർ സ്ലേറ്റ്. ഗുഡ് ബോയ് അല്ലേ മോൻ? നല്ല മോനായി അവിടെ ഇരുന്നേ. ഓക്കെ. ഫാത്തിമ സിദ്ദിഖ് എഴുതി. ഇഷാനു എഴുതിയിട്ടുണ്ട്. സൂപ്പറാന്നല്ലേ നിങ്ങള്? ആദിശ്രീ എഴുതി. ഓക്കെ. ലുബാബ, ഗുഡ് ആഫ്റ്റർനൂൺ. വേഗം എഴുതിയേ നോക്കട്ടെ. ഓക്കെ. അപ്പൊ ലാ എല്ലാരും അൻവിത പഠിച്ചു. ഷഹൽ എഴുതിയോ മോനെ? അബ്ദുൽ ബാസിത്ത് എഴുതിയോ? മിസ് കണ്ടില്ലല്ലോ ലാ എഴുതിയത്. ഉമ്മർ എഴുതിയോ? സിയ ഫാത്തിമ എഴുതിയോ? വേഗം എഴുതിയേ നോക്കട്ടെ. ഓക്കെ, ലാ എഴുതിയല്ലേ? ആ, സൂപ്പർ. ഏബൽ എഴുതിയോ? ഏബൽ. നിദാശക്കുട്ടി എഴുതിയാ? ഓക്കേ, നല്ല മക്കളാണേ. ആ, ഷഹൽ എഴുതി. സിയ ഫാത്തിമ എഴുതി. ഓക്കെ, ഗുഡ്. ലുബാബ എഴുതി. സൂപ്പർ. ഏബൽ എഴുതിയോ മോനെ? നിദാശ എഴുതി. അപ്പൊ നമ്മള് ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു? റാ പഠിച്ചു, രാ പഠിച്ചു, നാ, താ, പാ, വാ, സാ, ല അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാ പഠിച്ചു അല്ലേ? ഇന്ന് ഏതാ അക്ഷരം പഠിക്കേണ്ടത് നമുക്ക്? മ. എങ്ങനെയാ മാ എഴുതുക? അൻവിത എഴുതിയില്ലേ? ലാ എഴുതിയില്ലേ? ഓക്കെ, സൂപ്പർ. ആദിശ്രീ വീഡിയോ ഓൺ ചെയ്തേ മോളെ. ആദിശ്രീ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് എന്താ എഴുതേണ്ടത്? മാ അല്ലേ? മാ എങ്ങനെ എഴുതാ നമ്മള്? ഇങ്ങനെ എഴുതി ഇവിടെ മുട്ടിച്ച് ഇവിടുന്ന് ഇവിടേക്ക്. ഓക്കെ, ഇതാണ് ഏത് അക്ഷരം? മ. എന്താണ്? മ. ഓക്കെ. അപ്പൊ മായാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലേ? എങ്ങനെ എഴുതും മാ? കുറച്ച് വിഷമം ഉണ്ടല്ലേ മാ എഴുതാൻ? അപ്പൊ എങ്ങനെ എഴുതണം? മാ എഴുതിയാ? അയ്യോ, ഏബലല്ലേ എഴുതി. സൂപ്പർ. ഓക്കെ, മാ എഴുതി. എല്ലാവരും എഴുതി നോക്കട്ടെ. മെല്ലനെ എഴുതിയാ മതി. ഓക്കെ. മ ഇവിടുന്ന് ഇങ്ങനെ റാ എഴുതും പോലെ എടുത്ത് കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോ വലിച്ച് നേരെ വരച്ച് ഇവിടെ മുട്ടിച്ചു അല്ലേ? ഇതാണ് മ. ഓക്കെ, ഗുഡ്. സിയ ഫാത്തിമ. ഓക്കെ, ടീച്ചറിനെ കാണി മുമ്പേ എഴുതിയല്ലോ എല്ലാവരും. അയ്യോ, ഇതെന്താ വായില്? അൻവിത കുട്ടിയുടെ മുട്ടായി ഉണ്ടോ അമ്മ വാങ്ങി തന്നിട്ട്? അതല്ലേ, വേഗം എഴുതി. മ പറഞ്ഞോണ്ട് എഴുതണേ. നിരാശ പറഞ്ഞോണ്ട് എഴുതണേ മോള്. ഓക്കെ, എല്ലാവരും പറഞ്ഞോണ്ട് എഴുതിയേ മ. അപ്പൊ നമ്മള് എന്തൊക്കെ പഠിച്ചു? റാ, രാ, താ, പാ, വാ, പിന്നെ എന്ത് പഠിച്ചു? സാ, പിന്നെ ല, പിന്നെ ഇന്ന് പഠിച്ച മ. അപ്പൊ ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? നമുക്ക് ഇതൊക്കെ കുറച്ച് പഠിച്ചതിന് ശേഷം വേണം ഒരു അക്ഷരദീപം എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ സ്ലേറ്റിൽ നല്ലപോലെ എഴുതിയിട്ട്
പഠിച്ചതിന് ശേഷമാണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ബുക്ക് വാങ്ങിയവരെല്ലാം കണ്ടിട്ടുണ്ടാവും ഒരു അക്ഷരദീപം എന്ന് പറഞ്ഞൊരു ബുക്ക്. അക്ഷരദീപം എ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എല്ലാരും എയ്ബൽ എഴുതിയ മോനെ, എഴുതിയാ? ഓക്കെ, ഗുഡ്. ഇനി ഒറ്റക്ക് എഴുതിയേ, ഒന്ന് ഒറ്റക്ക് എഴുതിയേ നോക്കട്ടെ. എല്ലാരും ഒന്ന് അമ്മയുടെ ഹെൽപ്പ് ഇല്ലാതെ ഒന്ന് എഴുതി നോക്കിയേ. ആദിശ്രീ എഴുതുന്നില്ലേ മോളെ? എഴുതിയോ? എഴുതിയാ? നോക്കട്ടെ. Where is your slate? മോളെ സ്ലേറ്റ് എവിടെയാ? ലുബാബ എഴുതി. മാ ഒറ്റക്ക് എഴുതണേ. ഓക്കെ, മാ അല്ലേ? നമ്മൾ എന്താ അക്ഷരം പഠിക്കുന്നത്? മാ. ഓക്കെ, എങ്ങനെ മാ എഴുതുക? എല്ലാരും വേഗം എഴുതിയേ മാ. ഓക്കെ, ഇപ്പൊ റാ, ര, താ, പാ, സ അല്ലേ? അപ്പൊ ഇന്ന് നമ്മള് മാ എഴുതാൻ പഠിച്ചു. എല്ലാവരും മാ എഴുതുന്നുണ്ടോ? ഓക്കെ, അപ്പൊ മാ എഴുതാൻ പഠിച്ചില്ലേ എല്ലാവരും? ഇനി എന്ത് എഴുതണം? ഒന്നുകൂടി നമ്മൾ പഴയ പഠിച്ചത് റാ, രാ, നാ, താ, പാ, എല്ലാരും സ്ലേറ്റ് എഴുതി നോക്കിയേ. വാ, ല അല്ലേ? ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. റാ, രാ, നാ, താ, പാ, വാ, ലാ. ഒരക്ഷരം കൂടി ഉണ്ട്, എന്തേ ആരും പറയാത്തേ? സ. ഉണ്ടോ? സ അല്ലേ? ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? എല്ലാരും എഴുതിയോ? എല്ലാരും കാണുന്നുണ്ടോ? ഓക്കെ, എഴുതി എല്ലാവരും? കഴിഞ്ഞെങ്കിലും ഒന്ന് കാണിച്ചേ മിസ്സിനോട്. കൈ കാണിച്ചേ എല്ലാവരും ഒന്ന്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു എന്നാ പഠിക്കേണ്ടത്? ഇന്ന് നീ എല്ലാരും എഴുതി കഴിഞ്ഞോ? ഇത് മിസ് കളയട്ടെ? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഇത് കളയാ അല്ലേ? കളയട്ടെ? അപ്പോ ഇന്ന് നമ്മളെ റാ, രാ, നാ, താ, പാ, വാ, സാ, ലാ, മ ഇത്രയും അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ഒരു പാഠമുണ്ട്. ഇതാണ് നമ്മുടെ ബുക്ക്, മധുമൊഴി മലയാളം. ഉണ്ടോ? ഒരു നല്ല സുന്ദരി കുട്ടീനെ കണ്ടോ നിങ്ങളെപ്പോലത്തെ ഇതിന്റെ പുറത്ത്? ഓക്കെ, അപ്പൊ തളിര് എന്നാണ് ബുക്കിന്റെ പേര് അല്ലേ? മധുമൊഴി മലയാളം എന്ന ടെക്സ്റ്റ് ബുക്കിന് തളിര് എന്നാണ് ഇതിന് പേര്. ഓക്കെ, അപ്പോ നമുക്ക് ഫസ്റ്റ് പാഠം എന്താണ്? അമ്മ അല്ലേ? ഇതാരാന്ന് ഈ പിക്ചറിൽ കാണുന്നേ? ഈ പിക്ചറിൽ കാണുന്ന ആരാന്ന്? സിയ ഫാത്തിമ. അമ്മ. അമ്മ കുഞ്ഞുമാമേനെ എടുത്ത് നിൽക്കുന്നല്ലേ അമ്മ. നെക്സ്റ്റ് താഴെ കാണുന്ന ആരാന്ന്? ലിസൺ ഹിയർ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ. അപ്പൊ ഇവിടെ ആരെയാ കാണുന്നേ? ആര് പറയും? ഓക്കെ, ആ സിയ ഫാത്തിമ ഇതാരാ? പ്ലീസ് അൺമ്യൂട്ട്. ഇതോ?
ആ ഉമ്മ അല്ലേ അമ്മ. ഓക്കെ, അപ്പൊ ഇത് ഉമ്മ, ഇത് ആന. ശകലിനും അറിയാലേ? എല്ലാ മക്കളും കൈപൊക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ശകലേ, ഇത് ആരാ ശകലേ? അമ്മ. ഓക്കെ, നെക്സ്റ്റ് താഴെ കാണുന്ന ആരാ? ആന. ആന. അപ്പൊ ഇന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ആ അമ്മ അമ്മ. ഏതിലാ സ്റ്റാർട്ട് ചെയ്യുന്ന അമ്മ? ആ അല്ലേ? ആ അമ്മ ആണ് അല്ലേ? അതുപോലെ ആന അല്ലേ? ഓക്കെ, ആ അമ്മ അമ്മ. അമ്മയെ പോലെ മലയാളം. ആന ആന. ആനകേറാമല ആകാശം. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ന്? ആ അമ്മ, ആ ആന, ആ അമ്മ, ആ ആന അല്ലേ? ഓക്കെ, ആദിശ്രീക്ക് കേൾക്കുന്നില്ലേ മോളെ? ആദിശ്രീക്ക് ടീച്ചർ പറയുന്നത് കേൾക്കുന്നില്ലേ? പ്ലീസ് അൺമ്യൂട്ട് ആദിശ്രീ. ആദിശ്രീ എവിടെ പോയി? ഓക്കെ, അപ്പോ ആദിശ്രീ പ്ലീസ് അൺമ്യൂട്ട്. ആദിശ്രീ അൺമ്യൂട്ട്. നമ്മളൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അമ്മ അമ്മ. ആന ആന. ആനകേറാമല ആകാശം. അമ്മ അമ്മ. അമ്മയെ പോലെ മലയാളം. ആന ആന. ആനകേറാമല ആകാശം. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഓക്കെ, അപ്പൊ അമ്മയുണ്ട്, ആനയുണ്ട് അല്ലേ? ഇവിടെ അമ്മ കുഞ്ഞുവാവേനെല്ലാം എടുത്ത് നല്ല നിങ്ങളെ അമ്മ എടുക്കാറില്ലേ? അതുപോലെ എടുത്ത് നിക്കേന്ന്. ഇതാ പിക്ചറിൽ കണ്ട. ഓക്കെ, അപ്പോ താഴെ ആനയുണ്ട്. അപ്പൊ ആന, ആ അമ്മ. അമ്മേനെ പറയുമ്പോ എല്ലാവർക്കും ചിരി തന്നെ അല്ലേ? അൻവിത, എനിക്ക് എല്ലാവർക്കും അമ്മേനെ ഭയങ്കര ഇഷ്ടാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ദിദാഷ അങ്ങോട്ട് നോക്കുന്നുണ്ട്, അൻവിത കുട്ടി അങ്ങോട്ട് നോക്കുന്നുണ്ട് അമ്മേന അല്ലേ? അപ്പൊ എല്ലാവർക്കും അമ്മേനെ വലിയ ഇഷ്ടാണ് അല്ലേ? അപ്പൊ അമ്മയുണ്ട്, അമ്മ അമ്മ. അമ്മയെ പോലെ മലയാളം. ആന ആന. ആനകേറാമല ആകാശം. ആകാശം എവിടെയാണ്? മേലെ. ഓക്കെ, അതെ മുകളിലല്ലേ? ഓക്കെ, മുകളിലാണല്ലേ ആകാശം. അതുപോലെ മലയാളം എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങക്ക്? അമ്മേനെ അറിയാം അല്ലേ? മലയാളം നമ്മുടെ ഭാഷയാണല്ലേ മലയാളം. ഓക്കെ, അപ്പൊ അമ്മ. അമ്മയെ പോലെ മലയാളം. ആന ആന. ആനകേറാമല ആകാശം. അതാണ് നമ്മുടെ ഫസ്റ്റ് പാഠം. ഫസ്റ്റ് പാഠത്തിൽ ഫസ്റ്റ് പേജ് അല്ലേ? ഓ വീട്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് അമ്മ, ആന. അമ്മ പറഞ്ഞ എല്ലാരും മിസ്സിനോട് ഒന്ന് ഉറക്കെ പറഞ്ഞ എല്ലാരും. അമ്മ, ആന. ഓക്കെ, ആന. ഓക്കെ, അബ്ദുൽ ബാസിത്ത് പോയോ? അപ്പൊ അമ്മ, അമ്മ. ഷഹൽ പറയുന്നില്ലേ അവിടുന്ന്? അമ്മ, ആന. അമ്മ അമ്മ. അമ്മയെ പോലെ മലയാളം.
ഒന്നുകൂടി പഠിയേ. ആ അമ്മ അമ്മ, അമ്മയെ പോലെ മലയാളം. ഓക്കെ, ഒന്നുകൂടി പാടാ. ആ അമ്മ അമ്മ, അമ്മയെ പോലെ മലയാളം. അമ്മയെ പോലെ മലയാളം. അമ്മയെ പോലെ മലയാള ഭാഷ. ഓക്കെ, പഠിക്കോ? കിട്ടുന്നില്ലേ? ഇനി ആർക്കാൻ പാടേണ്ടത്? അമ്മ അമ്മ, അല്ല, അമ്മ അമ്മ പറഞ്ഞേ. ഓക്കെ, അമ്മയെ പോലെ മലയാളം. അമ്മയെ പോലെ മലയാളം. ഓക്കെ, ഗുഡ്. അപ്പൊ അടുത്ത വരിയാണ് എന്ന് ആന ആന. അൻവിത, സിറ്റ് ഡൗൺ പ്ലീസ്, സിറ്റ് ഡൗൺ. ആന ആന, ആന കേറാമല ആകാശം. എല്ലാരും പഠിച്ച ഇപ്പം പാടാനത്? എല്ലാരും പഠിച്ച ഇപ്പം? ഓക്കെ, എല്ലാരും പഠിച്ചോ? അമ്മ അമ്മ. മിസ്സിന്റെ കൂടെ അവിടുന്ന് ഉറക്കെ പാടി എല്ലാവരും. അമ്മ അമ്മ, അമ്മയെ പോലെ മലയാളം. ആന ആന, ആന കേറാമല ആകാശം. ഓക്കെ, അമ്മക്ക് എന്താ? ഓക്കെ, ഗുഡ് ഗേൾ. മദർ അല്ലേ? അപ്പൊ മദർ നമ്മൾ എന്തൊക്കെ പഠിച്ചിരുന്ന? അമ്മ, ആന അല്ലേ? അച്ഛയുടെ. ഓക്കെ, ഗുഡ് ഗേൾ. ഫാദർ എന്ന് പറയും അല്ലേ അച്ഛനാ? സൂപ്പർ കേട്ടാ. ഓക്കെ, നല്ല മോള് തന്നെ കേട്ടാ. അപ്പോ ഇന്ന് നമ്മള് അമ്മ അമ്മ, അമ്മ അമ്മ, അമ്മയെ പോലെ മലയാളം. ആന ആന, ആന കേറാമല ആകാശം പഠിച്ചു അല്ലേ? ഓക്കെ, അപ്പോ ഇന്ന് അത് പഠിച്ചു. പിന്നെ ലാ പഠിച്ചു, മാ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? അമ്മ ആന അല്ലേ? അത്രയും പഠിച്ചില്ലേ? ലായും റായും എല്ലാം എഴുതാൻ പഠിക്കണം. ഇത് എഴുതാനൊന്നും പഠിക്കണ്ട കേട്ടാ. ഇത് പറയാൻ പഠിച്ചാ മതിയേ. അപ്പൊ നമുക്കിന്ന് ഒരു പാട്ട് പഠിച്ചാലോ? കേരള നാട് എന്നൊരു പാട്ട് പഠിച്ചാലോ നമുക്കിന്ന്? നമ്മുടെ സമയം തീരാറായില്ലേ? അപ്പൊ ഒരു പാട്ട് നല്ല നിങ്ങൾക്കൊരു ഉഷാറിന് വേണ്ടി എന്ത് ചെയ്യാ? ഒരു പാട്ട് പഠിക്കാം, ഒരു റൈമ് പഠിക്കാല്ലേ നമുക്കിന്ന്? ഓക്കെ, ആർ യു റെഡി? യെസ്, ഓക്കെ. അപ്പോ കേരള നാട് എന്നാണ് പാട്ടിന്റെ പേര്, റൈമിന്റെ പേര്. കേരളമെന്നുടെ നാടാണ്. ഉറക്കെ ചൊല്ലി എല്ലാവരും. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്. ഒന്നുകൂടി പാടിയേ. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്.
കിട്ടിയോ എല്ലാവർക്കും? എന്താണ്? കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്, കേളിയെഴുന്നൊരു നാടാണ്, കേവഞ്ചികളുടെ നാടാണ്. എന്തൊക്കെയാണ് കേരള നാട് എന്നാ പറഞ്ഞേ? കേരളമെന്നുടെ നാടാണ്. കേരളം ആരുടെ നാടാണ്? നമ്മുടെ നാടാണല്ലേ കേരളം. ഓക്കെ. പിന്നെയോ കേരം തിങ്ങിയ നാടാണ്. കേരം എന്ന് പറഞ്ഞാൽ തെങ്ങ്. തെങ്ങുകള് തിങ്ങിയ നാടാണ് അല്ലേ. പിന്നെയോ കേളിയെഴുന്നൊരു നാടാണ്, കേവഞ്ചികളുടെ നാടാണ്. എല്ലാരും മിസ്സിനൂടെ പാടിയേ. നമുക്ക് ഒരു റൈം പഠിക്കണ്ടേ എല്ലാവർക്കും? ഓക്കെ. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്, കേളിയെഴുന്നൊരു നാടാണ്, കേവഞ്ചികളുടെ നാടാണ്. ഒന്നുകൂടി പാടാം നമുക്ക്. ഓക്കെ. കേരളമെന്നുടെ നാടാണ്. പാടി എല്ലാവരും. ഓക്കെ. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്. പാട്. ആദ്യത്തെ വരി എന്നാ? കേരളമെന്നുടെ നാടാണ്. പിന്നെയോ കേരം തിങ്ങിയ നാടാണ്. അപ്പൊ എല്ലാരും കൂടെ മിസ്സിനൂടെ പാടണേ. ഓക്കെ. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്, കേളിയെഴുന്നൊരു നാടാണ്, കേവഞ്ചികളുടെ നാടാണ്. കിട്ടിയോ ആദിശ്രീ? 4 ലൈനേ നമ്മളിന്ന് പഠിക്കുന്നുള്ളൂ. നമുക്ക് 8 ലൈൻ പഠിക്കാനുണ്ട്. ഓക്കെ. നമ്മളിന്ന് നഴ്സറി ഗാനം എന്നുള്ള പുസ്തകത്തിലെ ഒരു പാട്ട് കേരള നാട് എന്ന റൈമ് പാടിയതാണ്. അപ്പോ അതില് നമ്മൾ 4 ലൈനേ ഇപ്പൊ പാടിയുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ്? കേരളമെന്നുടെ നാടാണ്. All of you listen here. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്, കേളിയെഴുന്നൊരു നാടാണ്, കേവഞ്ചികളുടെ നാടാണ്. ലുബാബ നല്ല ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ ലുബാബ. സൂപ്പർ ഡാൻസ് ആയിരുന്നല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നുകൂടി പാടാം. കേരളമെന്നുടെ നാടാണ്. ഷഹല ഒന്ന് പാടിയ മിസ്സിന്റെ കൂടെ. ഓക്കെ. എല്ലാരും പാടിയേ. എല്ലാരും ഉറക്കൊക്കെ പോയില്ലേ ഇപ്പോ? ഓക്കെ. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്. പിന്നെയോ കേളിയെഴുന്നൊരു നാടാണ്, കേവഞ്ചികളുടെ നാടാണ്. എല്ലാവർക്കും കിട്ടിയോ? ഒന്നുകൂടി പാടാം. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്, കേളിയെഴുന്നൊരു നാടാണ്, കേവഞ്ചികളുടെ നാടാണ്. അപ്പൊ 4 ലൈനേ ഇന്ന് പാടുന്നുള്ളൂ മിസ്. നെക്സ്റ്റ് 4 ലൈൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. എല്ലാവർക്കും നഴ്സറി ഗാനം പുസ്തകം കിട്ടിയിട്ടുണ്ടോ? എത്ര പേർക്ക് ഈ ബുക്ക് കിട്ടി? നഴ്സറി ഗാനങ്ങൾ. ഓക്കെ. അതിൽ ഫസ്റ്റ് പാട്ടാണ് ഇപ്പൊ മിസ് പാടിയത്. കേരള നാട് എന്നാണ് റൈംസിന്റെ പേര് അല്ലേ? ഓക്കെ. അപ്പോ അത് നോക്കിയിട്ട് ചൊല്ലണേ. അമ്മയോട് പാടിത്തരാൻ പറയണ കേട്ടോ. എന്താ പാട്ട്? കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്,
കേളി എഴുന്നൊരു നാടാണ്, കേവഞ്ചികളുടെ നാടാണ്. ഓക്കെ, എന്തൊക്കെ നാടാണ് കേരളം എന്ന് പറഞ്ഞാല്? കേരളം എന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്, അതായത് തെങ്ങുകള് തിങ്ങിയ നാടാണ്. പിന്നെയോ കേളി എഴുന്നൊരു പേര് കേട്ട നാടാണ്, വഞ്ചികളുടെ നാടാണ്. വഞ്ചിവെള്ളം അറിയാലോ, വള്ളം കളിയും വഞ്ചിപ്പാട്ടെല്ലാം. കേ അപ്പൊ ഇതാണ് കേരള നാട്ടിൽ നമ്മള് 4 ലൈൻ ഇപ്പൊ പഠിച്ചത്. എല്ലാരും ഒന്ന് അമ്മയോട് പാടിത്തരാൻ പറയണേ, കേരള നാട് എന്നുള്ള പാട്ട്. ഓക്കെ, അപ്പൊ ബാക്കി 4 ലൈൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാട്ടോ. ഓക്കെ, ഇന്നത്തെ പാട്ട് എല്ലാവർക്കും ഇഷ്ടായോ? ഓക്കെ, ഗുഡ്. കൊറേ പേർക്ക് ഇഷ്ടായി അല്ലേ? നിദാഷ, ലിസൺ ഹിയർ. ഉമർ ജാഫർ എന്തോ അവിടെ കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ ഉമറെ? ഈ സെല്ല് ഇവിടുന്ന് കാണുന്നുണ്ട്. നല്ല മോനായിരുന്നേ. ഓക്കെ, ആദിശ്രീക്ക് ഇഷ്ടായോ? ആദിശ്രീ, ഫാത്തിമ സിദ്ദിഖിന് ഇഷ്ടായോ പാട്ട്? സിയ ഫാത്തിമക്ക് ഇഷ്ടായി, ഷഹലിന് ഇഷ്ടായി, ഫാത്തിമ മെഹറിന് ഇഷ്ടായി അല്ലേ? ഓക്കെ, അൻവിത എവിടെ പോയി? അൻവിത, അൻവിത, അൻവിത എവിടെ ഉണ്ട്? ഓക്കെ, ഇഷാനി ഷാനുവിന് ഇഷ്ടായി പാട്ട്. അബ്ദുൽ ബാസിത്ത് എവിടെയോ പോയി അല്ലേ? അബ്ദുൽ ബാസിത്തെ. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച പാട്ട് എല്ലാവരും ചൊല്ലി നോക്കണേ. അമ്മേനെ കൊണ്ട് പാടിപ്പിച്ചിട്ട് പാടാൻ പറയണം കേട്ടാ. ഓക്കെ, അതുപോലെ റാ, രാ, നാ, താ, പ, വ, സ, ല, മ ഇത്രയും എഴുതാൻ പഠിക്കണം സ്ലേറ്റില്. നമ്മളെ ഫസ്റ്റ് ആദ്യം പഠിച്ചതിന്ന് ആ, അമ്മ, അമ്മ, ആ, അമ്മ, അമ്മ, പിന്നെയോ അമ്മയെ പോലെ മലയാളം, ആ, ആന, ആന, ആന കേറാമല ആകാശം, പിന്നെ കേരള നാടിന്റെ ഒരു പാട്ട് അല്ലേ? ഓക്കെ, എല്ലാവരും വായിച്ചു നോക്കണം കേട്ടാ. ഓക്കെ, നമ്മുടെ സമയം തീരാറായി അല്ലേ? എല്ലാരും നല്ല മക്കളായിരുന്നല്ലേ ഇന്ന്? ഓക്കെ, ഗുഡ്. അപ്പൊ ഇനി എല്ലാവരും ഉറങ്ങിക്കോട്ടാ, ക്ലാസ് കഴിഞ്ഞിട്ടാകുമ്പോ പോയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരോടും മിസ് ടാറ്റ പറയുന്നു, ബൈ പറയുന്നേ. ഓക്കെ, നമ്മുടെ ക്ലാസ് കഴിയാറായി. നല്ല മക്കളായി ഇരുന്നല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ ഇനി കാണാട്ടോ എല്ലാവർക്കും. ഓക്കെ, ബൈ, സി യു. ഓക്കെ, ഗുഡ്.